ഹലോ, നല്ല സോസേജും ബ്രൊക്കോളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാലഡാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇത് നല്ലൊരു ഡിഷാണ്. നല്ല ചീസൊക്കെ സ്റ്റഫ് ചെയ്ത സോസേജാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാക്കറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമുക്ക് ഏത് സോസേജും ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഞാൻ പാലൊക്കെ ഒന്ന് ബ്ലാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രൊക്കോളി ഒന്ന് ബ്ലാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സോസേജ് ഒരു വലിയ പീസല്ലേ, അപ്പോൾ അതിനെ നമുക്കൊന്ന് സ്ലൈസ് ആക്കി എടുക്കാം. അതിന് കൂടെ തന്നെ കുറച്ച് ടൊമാറ്റോ അരിഞ്ഞെടുക്കാം. പിന്നെ കുക്കുംബറും ഇതുപോലെ ചെറുതായിട്ട് ഒരു ചെറിയ സ്ട്രിപ്സ് പോലെ അരിഞ്ഞെടുക്കാം. ഇതൊക്കെ അരിയുന്ന സമയം മാത്രമേ വേണ്ടൂ സാലഡ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഒരു ബൗൾ എടുക്കുക. ആ ബൗളിനകത്തോട്ട് ഞാൻ ഐസ്ബർഗ് ലെറ്റ്യൂസ് ഒന്ന് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ അതിനകത്തോട്ട് നമ്മൾ ബ്ലാൻഡ് ചെയ്ത് വെച്ച പാലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് കളർഡ് പെപ്പേഴ്സ് കുക്കുംബർ ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് കളർഡ് പെപ്പേഴ്സ് റെഡും യെല്ലോയും ഞാനിങ്ങനെ സ്ട്രിപ്സായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും നമുക്ക് അതിനകത്തോട്ട് സാലഡ് ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാള ഇങ്ങനെ സ്ലൈസ് ആക്കിയിട്ട് അത് നമുക്ക് ഏകദേശം ഒരു പകുതി സവാള മതിയാവും. അത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഗാർലിക്ക് ഒരു 2 അല്ലി ഗാർലിക്ക് നല്ല ഫൈൻ ചോപ്പ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പിന്നെ കുറച്ച് സ്കാലിയൻസ്, അതായത് സ്പ്രിംഗ് ഓണിയനും അതിൻ്റെ സ്റ്റെമ്മോട് കൂടി തന്നെ സ്റ്റെമ്മും ലീവ്സും എല്ലാം അരിഞ്ഞ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഗാർണിഷായിട്ട് യൂസ് ചെയ്താലും നല്ലതാണ്. അതിൻ്റെ കുറച്ച് നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം, ബാക്കി നമുക്ക് ഗാർണിഷിനെ കീപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആ ബൗളിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ബ്രൊക്കോളിയും പിന്നെ സോസേജ് നമ്മൾ ഫ്രൈ ചെയ്ത് സ്ലൈസ് വെച്ച സോസേജ് നമ്മൾ ഇട്ട് കൊടുത്തു. പിന്നെ അതിനകത്ത് നമുക്കിനി ഡ്രസ്സിങ് ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം തന്നെ കുറച്ച് നാരങ്ങാനീര് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിന് കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ള് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കാം. ഇത് നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കണം. സാലഡ് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ അപ്പം തന്നെ വിനീഗറേറ്റ് ഒഴിച്ചിട്ട് അപ്പം തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതൊരു 1 പോട്ട് സാലഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മാത്രം കഴിച്ചാൽ മതി നമുക്ക് വയറ് നിറയാനായിട്ട്. ഒരു സ്ലൈസ് ഗാർലിക് ബ്രെഡും കൂടെ ഉണ്ടെങ്കിൽ പെർഫെക്റ്റായി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സാലഡ് ഇഷ്ടപ്പെടുന്നത് എന്തായാലും ഇഷ്ടമാവും. നിങ്ങളുടെ ഫീഡ്ബാക്കും എന്നെ അറിയിക്കണം. താങ്ക് യു സോ മച്ച്.